ഒരു വാർത്ത കൂടി ശ്രീ രത്തൻ സാർ വരുന്നുണ്ട്. വോട്ടർമാർക്ക് പണം നൽകുന്ന ആരോപണമാണത്. പണം നൽകുന്ന അല്ലെങ്കിൽ വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങൾ പുറത്തേക്ക് വരികയാണ്. കണ്ണാടി മേഖലയിൽ പണം വിതരണം ചെയ്യുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അതാണ് പ്രേക്ഷകരെ കാണിക്കുന്നത്. സാർ ഒന്ന് തുടർന്നാൽ ഞങ്ങളുടെ റിപ്പോർട്ടർ അതിന്റെ വിവരങ്ങൾ പങ്കുവയ്ക്കും. ഒരു മിനിറ്റ്. ശരി ഗോകുല, ഇത് എവിടെയാണ്, എന്താണ് സംഭവം എന്ന് പറയാമോ? പെട്ടെന്ന് പറഞ്ഞാൽ സാർ അതിന് മറുപടി പറയും. ഒരാൾക്ക് അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് അങ്ങനെയാണ് കൊടുത്തിരുന്നത്. ഇന്ന് കണ്ണാടിയിലാണ് ഈ സംഭവം ഉണ്ടായത്. കണ്ണാടിയിൽ ഈ വീടിന്റെ അവിടെ ശോഭ നിശബ്ദ പ്രചരണമായിരുന്നു. ശോഭ അടക്കമുള്ളവർ ആ വാഹനത്തിലുണ്ടായിരുന്നു. അങ്ങനെ വരുന്നതിനിടയിലാണ് ഇവിടെ വെച്ച് ഒരു സ്ത്രീക്ക് പണം നൽകിയെന്നുള്ള ഒരു ആരോപണവുമായി കോൺഗ്രസ് വരുന്നത്. അതിനെ സാധൂകരിക്കുന്ന ഒരു ദൃശ്യവും അവർ പകർത്തിയിട്ടുണ്ട്. ഇദ്ദേഹമാണ് കോൺഗ്രസ് പ്രവർത്തകൻ, ഇദ്ദേഹമാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. ഇദ്ദേഹം കൂടുതൽ വിവരങ്ങൾ നമ്മളോട് പറയും. എന്താണ് ഉണ്ടായത്, നിങ്ങൾ എന്താണ് കണ്ടത്? ഇന്ന് രാവിലെ ഞങ്ങൾ സ്കൂൾ വർക്കൊക്കെ കഴിഞ്ഞ് ഇതിൽ വരികയായിരുന്നു. നമ്മൾ ജയിച്ച നേരത്തെ വാർഡായിരുന്നു. അപ്പോൾ ഇവിടെ എൻ്റെ കാൻഡിഡേറ്റ് ശോഭാ സുരേന്ദ്രൻ്റെ വാഹനങ്ങൾ ഇവിടെ നിറയെ ഉണ്ടായിരുന്നു. മരണ വീട്ടിലേക്ക് വന്നായിരുന്നു, വീടുകളിലേക്കും കയറുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇവിടെ അവർ ഈ വാഹനം നിൽക്കുന്ന കാരണം റോഡ് ബ്ലോക്കായപ്പം സ്ഥാനാർത്ഥി വീടുകളിലൊക്കെ പോവുകയാണ്. പൈസ കൊടുക്കണമെന്നൊക്കെ വിളിച്ച് വിവരം കിട്ടിയിരുന്നു. പക്ഷെ നമ്മളത് നോക്കാനൊന്നും ആയിരുന്നില്ല വന്നത്. സ്ഥാനാർത്ഥി പോയി തിരിച്ച് കാറിലേക്ക് കയറി കൂടെ വന്ന സ്ത്രീ കാറിന് ഒരു പൊതിയായിട്ട് ഇങ്ങോട്ട് വന്നു. അവിടെ ഒരു പ്രായ അമ്മച്ചിയുണ്ട്, അമ്മച്ചിയിൽ അത് കൊടുക്കുന്നുണ്ടായി. അപ്പോൾ ഞങ്ങൾ കാറിലിരുന്ന് വീഡിയോ എടുത്തായിരുന്നു. അപ്പോൾ കൊടുത്തത് പൈസ ആണെന്നുള്ള ഞങ്ങൾക്ക് തോന്നിപ്പോയി. അമ്മച്ചിയോട് ചോദിച്ചപ്പോൾ കൈ തുറന്ന് പൈസ കാണിച്ചു തന്നു. അപ്പോൾ തന്നെയാണ്. അപ്പോൾ അവർ ശോഭാ സുരേന്ദ്രനോട് തന്നെ കാറിലുണ്ടായിരുന്നു. നിങ്ങൾ വീഡിയോ എടുക്കുന്നതൊക്കെ അവർ കണ്ടിരുന്നു. എന്നിട്ട് എന്താണ് അവരെന്തെങ്കിലും പറഞ്ഞു? നിങ്ങൾ അവരോട് ചോദിച്ചിരുന്നോ? ഞങ്ങൾ അല്ല, ഞങ്ങൾ അങ്ങോട്ട് പ്രമീള ശശിധരൻ ഉണ്ടായിരുന്നു, കൗൺസിലർ, നേരത്തെ ചെയർമാൻ. പ്രമീള ചേച്ചി പൈസ കൊടുത്തിട്ട് വോട്ട് വയ്ക്കുന്ന രീതി ശരിയല്ല എന്ന് പറഞ്ഞു. അപ്പം ശോഭാ സുരേന്ദ്രൻ തന്നെ ഞങ്ങളോട് വന്ന് തർക്കിക്കുകയും വീഡിയോ ഈ വാഹനത്തിൽ തന്നെയാണോ ഈ ശോഭാ സുരേന്ദ്രൻ ഉണ്ടായിരുന്നത്? രണ്ടുപേരും ഒരു വെള്ള, നമുക്ക് ദൃശ്യങ്ങൾ, നിങ്ങൾ തന്ന ദൃശ്യങ്ങൾ കാണാൻ കഴിയുന്ന ഒരു വെള്ള ചുരിദാറിട്ട സ്ത്രീയാണ്. അവർ ശോഭാ സുരേന്ദ്രന്റെ ഒപ്പം ഉണ്ടായിരുന്നു. ആ വാഹനത്തിൽ തന്നെയാണ് ഉള്ളത്. ഇന്ന് പല സ്ഥലങ്ങളിലും ഒരു പ്രചരണം ഇവിടെ ഉണ്ടായിരുന്നു. ഇവിടെ തൊട്ടപ്പുറത്തെ അമ്പലത്തിൽ പോയി അവിടെ 50,000 രൂപ കൊടുത്ത് അവിടെ ക്ഷേത്രത്തിന്റെ പുനരുദ്ധാരണത്തിന് വേണ്ടി ഞങ്ങൾ 10 ലക്ഷം രൂപ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ശോഭ ജയിക്കുകയാണെങ്കിൽ കൊടുക്കാവുന്നവർക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളതായിട്ടാണ് അറിവ്. അപ്പം ഇങ്ങനെ എല്ലാ വീടുകളിലും പോയി പൈസ കൊടുക്കുന്നൊരു സമീപനമാണുള്ളത്. നാട്ടില് മാന്യമായിട്ടൊരു തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന് പോയി മുനിസിപ്പാലിറ്റിക്കകത്ത് BJPയുടെ കൗൺസിലർ വോട്ട് ചോദിക്കാൻ പോയ സ്ഥാനാർത്ഥി വരെ കയറ്റാതിരുന്ന ഒരു സാഹചര്യത്തിൽ ഞങ്ങൾ ഇവിടെ ആ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരു പ്രവർത്തനം നടത്തണ്ടെന്നുള്ളത് കൊണ്ടാണ് കായികമായിട്ട് തീർച്ചയായും അവരാണല്ലോ ഭീഷണിപ്പെടുത്തിയത്. ഇവര് മൊബൈൽ ഫോൺ ഉൾപ്പെടെ വാങ്ങിക്കേണ്ട ഒരു സ്ഥിതിയിലേക്ക് പിന്നെ എങ്ങനെയാണ് അവിടുന്ന് ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്യാതെ വന്നത്? എങ്ങനെയാണ് മൊബൈൽ വാങ്ങിക്കാൻ സമ്മതിച്ചില്ല. തട്ടിപ്പറിക്കാൻ അവരെ ശ്രമിച്ചു, പക്ഷെ കൊടുത്തില്ല. ഇപ്പൊ എന്നിട്ട് പരാതി കൊടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി ഏതായാലും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി കൊടുക്കുമെന്നാണ് പറയുന്നത്. ഇവിടെയാണ് ശോഭാ സുരേന്ദ്രൻ ദൃശ്യങ്ങളുണ്ടല്ലോ, അതിലെ ശബ്ദം കേട്ടാൽ അവിടെ എന്താ സംഭവിച്ചതെന്ന് കൂടി നമുക്ക് മനസ്സിലാവും. പക്ഷെ ശബ്ദം ലഭ്യമല്ല. ഇപ്പോൾ അങ്ങനെയാണെങ്കിൽ മറുഭാഗത്തിന്റെ അവരുടെ എന്തെങ്കിലും രീതിയിലുള്ള പ്രതികരണങ്ങൾ അവിടെ ലഭ്യമാണോ, എന്തെങ്കിലും ഉണ്ടോ? അല്ല, പക്ഷേ ദൃശ്യങ്ങളിൽ പണം നൽകുന്നതായിട്ട് കാണുന്നുണ്ട്. പണമാണോ എന്തോ കൈമാറുന്നതായിട്ട് അല്ലേ? അല്ല, എന്തായാലും അത് കൊടുത്തില്ല. പൈസ കൊടുത്തിട്ട് ഓട്ടോ ശോഭ ചേച്ചി അവിടെ 1-2 വീട്ടിൽ ആ വീട്ടിൽ പൈസ കൊടുത്ത് അങ്ങനെ പൈസ കൊടുക്കുന്ന മോശം വിലസുണ്ടാവണം. എനിക്ക് മനസ്സിലായില്ല, ആ ഭാഷ എനിക്ക് മനസ്സിലായില്ല. പൈസ കൊടുത്തില്ല. എന്റെ മൊബൈലല്ലേ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ, നിങ്ങൾ അതിനോട് സംസാരിച്ചാ പോരെ. നിങ്ങൾ എന്താ പ്രതി? ഞങ്ങളുടെ വാർഡല്ലേ. എന്റെ മൊബൈലിൽ നിങ്ങൾ വിളിച്ചു ചോദിക്കേണ്ട കാര്യം നിങ്ങൾക്കില്ല. എന്റെ മൊബൈലിൽ വിളിച്ച് വലിച്ചിരിക്കുന്ന കാര്യം നിങ്ങൾക്കില്ല. അത് നിങ്ങൾ ചെയ്തോളൂ. നിങ്ങൾ എന്താ എന്റെ മൊബൈലിലേക്ക് എന്റെ മൊബൈലിലേക്ക് നിങ്ങളെന്താ വിചാരിച്ചു? അതിലൊന്നും വേണ്ട. എന്റെ മൊബൈലിൽ തീരുമാനിച്ചു
ഞങ്ങൾക്ക് ബഹുമാനത്തോട് ഒരു കാരണമാണ്. അല്ല നിങ്ങൾ ഫോട്ടോ എടുക്കുന്നത് നിങ്ങൾ ആദ്യം പറഞ്ഞെന്താ നമ്മളെ അറിയാലോ. നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ എന്നോട് അങ്ങനെയല്ല പറഞ്ഞു. നിങ്ങൾ വന്നത് എന്റെ കാറിന്റെ എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി. മൊബൈൽ തട്ടിപ്പറിക്കാണ് നോക്കി. നിങ്ങൾക്ക് അത് ചെയ്യേണ്ട കാര്യം ബഹുമാനം നമ്മൾ അങ്ങേയറ്റം ബഹുമാനമുള്ളതാണ്. അല്ല നിങ്ങൾ ആദ്യം വന്നിട്ട് നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. അങ്ങനെ എങ്ങനെ എന്റെ ഫോട്ടോ എടുക്കും പറയും? നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നതല്ലോ. വീഡിയോ എങ്ങനെ അതെങ്ങനെ ചേച്ചി നിങ്ങളുടെ ഫോട്ടോ എടുക്കുന്നത്? നിങ്ങൾ എന്റെ അടുത്ത് വന്നിട്ട് ഇല്ലല്ലോ. നിങ്ങൾ ആദ്യം കൊണ്ടെന്താ നിങ്ങൾ ആദ്യം എന്റെ മൊബൈൽ തട്ടിപ്പറിക്കാൻ നോക്കി. ഇയാളെങ്ങനെ എന്റെ വീഡിയോ ഞങ്ങൾക്ക് ഞാൻ നിയമത്തെ നിങ്ങൾ പൈസ കൊടുത്ത് കണ്ടിട്ടല്ലേ ചോദിച്ചത്?